ഷാനവാസ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വന്നവനാണെങ്കിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുക. കൂടുതൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാനിന്ന് പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഷാനവാസ് അനീഷിനെ കൂട്ടുപിടിക്കാതെയോ, ആദിലെ നൂറെ കൂട്ടുപിടിക്കാതെയോ, അനുമോളെ കൂട്ടുപിടിക്കാതെയോ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ കപ്പ് കൊണ്ടേ പോവുള്ളൂ. അത്രയ്ക്കും ഇതായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പുള്ളി. പലപ്പോഴായിട്ട് നമ്മുടെ ആദിലെ നൂറെ കൂടുതൽ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ചേട്ടൻ പരിവേഷമൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതൊന്നും വിട്ടാതെ പുള്ളിയുടെ ആ സമയത്തുണ്ടല്ലോ, പുള്ളിയുടെ കൂടെ നിൽക്കത്തില്ലായിരുന്നു. പുള്ളിക്കിട്ട് നേരെ തിരിച്ച് പണിയുണ്ട്. അതുകൊണ്ട് പുള്ളി നല്ലപോലെ ഗെയിം കളിച്ചു. പുള്ളി കപ്പടിക്കുകയാണ് വേണ്ടത്. ഇപ്പം അനീഷിൻ്റെ ഭാഗത്താണെങ്കിലും അങ്ങനെ തന്നെ. അനീഷും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കട്ടെ, അല്ലാതെ മറ്റുള്ളവരെ കൂട്ടുപിടിച്ചൊക്കെ കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ മെൻ്റലി കുറച്ച് വീക്കായി. പുള്ളിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ പുള്ളിയൊക്കെ കപ്പടിക്കണമെന്ന് ആഗ്രഹമുള്ളതാണ്. അനീഷാണേലും അതെ, നമ്മുടെ ഷാനവാസ് ആണേലും അതെ, നന്നായി ഗെയിം കളിക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ്. ഇവരൊറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ തൊട്ടുന്ന പിടിക്കുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പം കൂടുതലാകുമ്പം ഗെയിമിൻ്റെ കാഠിന്യമൊക്കെ കൂടും. അപ്പം മറ്റുള്ള ആളുകളൊക്കെ ഷാനവാസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, ഷാനവാസ് ഇപ്പം ആദിലെ നൂറുടെ ഇഷ്യം കണ്ടോ, അവർക്ക് വേണ്ടി പുള്ളി സപ്പോർട്ട് ചെയ്യും. കൂടുതൽ ഒരു കെയറിങ് ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർ ഗെയിം എന്ന് പറഞ്ഞ് അവർ ഷാനവാസിനെ തള്ളിപ്പറയും. കഴിഞ്ഞ ദിവസം അതിൽ തള്ളിപ്പറഞ്ഞാൽ നോമിനേഷൻ വരെ എടുത്തിട്ട് അപ്പോൾ അത് ഷാനവാസിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. എന്ന് വെച്ചാൽ ഷാനവാസ് ഇത് കുറച്ച് ഇമോഷണലി വീക്കാണ്. പുള്ളി പെട്ടെന്ന് ഇമോഷനാവും. അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് പുള്ളിയുടെ ഗെയിമിൽ തന്നെ ഇപ്പോൾ അത് ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പുള്ളിയുടെ ഗെയിമിൽ കുറച്ച് താഴ്ച വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇഷ്യൂ ആണ്. പുള്ളി അത് മനസ്സിലേക്ക് ഏറ്റെടുക്കും. നമുക്ക് ജെനുവിനായിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് പുള്ളിക്ക് അങ്ങനെ പറ്റുന്നത്. ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നതാണ് പുള്ളിക്ക് ഏറ്റവും ബെറ്റർ. പക്ഷേ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുകയാണെങ്കിൽ പുള്ളി ടോപ്പ് 1-ൽ അല്ലെ ടോപ്പ് 2, ടോപ്പ് 3 ഈ ഒരു ഇതിൽ വരും. അതിലൊരു സംശയമില്ല. അത്രയ്ക്ക് നല്ലൊരു പ്ലെയറാണ് പുള്ളി. അല്ലാതെ ഈ ആദിലെ നൂറെ കൂട്ടുപിടി, അനീഷിനെ കൂട്ടുപിടിക്കുകയോ, അനീഷിനെ അറിയാം. അതുകൊണ്ടാണ് അനീഷിന് ഷാനവാസുള്ള ബന്ധം ലിമിറ്റ് വെക്കുന്നത്. പക്ഷെ ഷാനവാസ് അങ്ങനെയല്ല. ഷാനവാസ് വീണ്ടും അനീഷിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ആദിലെ നൂറയോടാണ് ഷാനവാസ് കൂടുതലും അവിടെ കെയർ ചെയ്യുന്നതും അവരെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പുള്ളി ഒരു കാര്യം മനസ്സിലാക്കുക, അതൊരു ഗെയിമാണ്. ഏത് സമയത്തും നമ്മൾ എത്ര കണ്ട് കെയർ ചെയ്താലും നമ്മളെ അവർ തള്ളിപ്പറയും. അത് അവരുടെ ഗെയിം ആണ്. അല്ലെങ്കിൽ നമ്മുടെ പണ്ട് അഖിൽമാരെ ഷിജിച്ചേട്ടനെ പോലുള്ള ഒരു റിലേഷനായിരുന്നു. പരസ്പരം മനസ്സിലാക്കും, പരസ്പരം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു റിലേഷനാണ്. ഒരു കുഴപ്പമില്ല. പല പ്രാവശ്യം നമ്മുടെ ഷിജിച്ചേട്ടൻ അഖിൽമാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒരു ജെന്യുവനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നും അവിടെ ആരുമായിട്ടും ഉണ്ടായിട്ടില്ല ഇതുവരെ. എല്ലാം അവിടെ ഒന്ന് ഫേക്ക് റിലേഷൻഷിപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അത് ജെന്യുവനായിട്ട് അവിടെ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഷാനവാസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷാനവാസ് സ്വന്തമായി ഗെയിം കളിക്കുക. ഇപ്പം ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഇത് വരുമ്പം കുറച്ച് ദിവസം കൂടെ ഉള്ളു. അപ്പം ഗെയിം ഇതാവും. നമുക്ക് മറ്റുള്ളവർക്കെതിരെയും തിരിയണം. കൂടുതൽ ഇതായി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കാര്യങ്ങളല്ല, അവർക്കെതിരെ തിരിയാനും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഷാനവാസിനെ പോലുള്ള ജെനുവിൻ ആയിട്ടുള്ള മത്സരാർത്ഥികൾക്ക്. ഇപ്പം ലക്ഷ്മിയായിട്ടും ചെറിയായിട്ടും കൂട്ടുകൂടിയിട്ടുണ്ട്. പക്ഷേ ലക്ഷ്മിയായിട്ടും കൂടരുത്. എന്ന് വെച്ചാൽ ഏത് സമയത്താണെന്ന് അറിയത്തില്ല ലക്ഷ്മിയും കാര്യമായി. അത് പുള്ളിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കട്ടെ. എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു.